സ്പോട്ട് ലൈവിന് പോകുന്നത് തിരുവനന്തപുരം മലയൻകീഴിലേക്കാണ്. മലയൻകീഴിൽ BJP വാർഡ് മെമ്പർക്ക് നേരെ ആക്രമണം. മലയൻകീഴ് അണപ്പാട് വാർഡ് മെമ്പറായ ചന്ദ്രലേഖയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് മൂന്നംഗ സംഘം ആക്രമണം നടത്തിയത്. ചന്ദ്രലേഖയുടെ കഴുത്തിൽ വാൾ വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയും കാപ്പ കേസ് പ്രതിയുമായ ഹേമന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് ചന്ദ്രലേഖ പറഞ്ഞു. ഉത്സവ പരിപാടിക്കിടെ ചന്ദ്രലേഖയുടെ മകളുടെ ദൃശ്യങ്ങൾ പ്രതിയായ ഹേമന്ത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് സഹോദരൻ തടഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പറയുന്നു. എൻ്റെ സഹോദരൻ്റെ മോൻ്റെ ഭാര്യയും കൂടി അവിടെ ഡാൻസ് കളിച്ചിരുന്നു. ആ ഗാനമേളയോട് പാട്ട് നടക്കുമ്പോൾ തന്നെ സ്റ്റേജിന് പുറത്തായിട്ട് ഡാൻസ് കളിച്ചിരുന്നു. ആ സമയത്ത് അന്തീർകുണത്ത് താമസിക്കുന്ന ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട വന്ന് വീഡിയോ എടുത്തപ്പോഴത്തേന് എൻ്റെ മോൻ പറഞ്ഞ് എൻ്റെ സഹോദരിമാരാണ്, വീഡിയോ എടുക്കാൻ പറ്റില്ല, നിങ്ങൾ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് സമയം അവൻ മിണ്ടാതിരുന്നതിന് ശേഷം വീണ്ടും അവൻ വീഡിയോ എടുത്തപ്പോൾ എൻ്റെ ചേട്ടാ എടുക്കരുതെന്നല്ലേ പറഞ്ഞതെന്ന് വെച്ചു. ആ സമയത്ത് ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ട എൻ്റെ മോൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു. അപ്പോൾ അവിടെ കണ്ടുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു വിലക്കി അവനെ ഹേമന്തിനെ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. 1:30-2 മണിയോടുകൂടി എൻ്റെ വീട്ടിൽ ഞാൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് 2 ബൈക്ക് വന്ന് നിൽക്കുന്ന സൗണ്ടും തുടർന്ന് എൻ്റെ ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ ഫ്രണ്ടിൽ വാതിൽ കുറ്റിയിട്ടിരിക്കുകയായിരുന്നു. അത് തുറന്ന് പുറത്ത് വരുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഹേമന്ത് എന്ന് പറയുന്ന ഗുണ്ടയും കൊച്ചുകുട്ടൻ എന്ന് പറയുന്ന പൊക്കം കുറഞ്ഞ ഒരു കറുത്ത ഗുണ്ടയും കൂടി നിൽക്കുന്നതാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്നോട് എൻ്റെ മോനെക്കുറിച്ച് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു പറയാൻ പറ്റില്ല, എവിടെയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയണം, പറഞ്ഞേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി വന്ന് ഇവിടെ നിന്ന് എടുക്കും എന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും പറ്റില്ല എന്നതിന് കൃത്യമായ രീതിയിൽ മറുപടി പറഞ്ഞതിനെ തുടർന്ന് നിന്റെ മോളെ കൊല്ലോടി എന്ന് പറഞ്ഞ് എന്നെ കഴുത്തിൽ കുത്തിപ്പിടിച്ചു. അരയിൽ നിന്ന് വടിവാളൊക്കെ ഊരിയെടുത്ത് എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, എന്നെ തള്ളിയിടുകയും ചെയ്തു. ആ സമയത്ത് ഞാൻ എണീക്കുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കൊണ്ട് കയ്യിൽ നിന്ന് വീണ്ടും ഒരു ചുരുക പോലത്തെ ഒരു ചെറിയ പിച്ചാത്തിൽ എൻ്റെ ഡ്രസ്സെല്ലാം അങ്ങനെ കുത്തിപ്പറിച്ച് ഇവിടെ എല്ലാം കീറിയിട്ടുണ്ട്. എന്നെ കുത്തിപ്പിടിച്ച് കഴുത്തിലെല്ലാം കുത്തിപ്പിടിച്ച് തള്ളിയിരുന്നു. ഞാൻ മുറിവുണ്ട്, ചെറിയ മുറിവുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ, ഈ ക്രിമിനൽ സംഘങ്ങളെ കൊണ്ട്, ലഹരി മാഫിയെ കൊണ്ട് നാട്ടിൽ ജീവിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർക്കാണ് ഈ ഒരു ദുരനുഭവം ഉണ്ടായത്. അവരുടെ മകൾക്ക് നേരെ ക്ഷേത്രത്തിൽ വെച്ച് അതിക്രമം കാട്ടാൻ ശ്രമിക്കുന്നു, ഫോണിൽ ചിത്രമെടുക്കാൻ ശ്രമിക്കുന്നു. അത് തടഞ്ഞപ്പോൾ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തുന്നു, വലിയ പരാക്രമം നടത്തുന്നു. എന്താണ് സംഭവിച്ചത്? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പം സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമായ ഒരു സംഭവം തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പറയുന്ന മലയൻകീഴ് ഒരു സംഭവം ഉണ്ടാകുന്നത്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് അംഗമായ ചന്ദ്രലേഖയുടെ വീട്ടിൽ, അടപ്പാട് പഞ്ചായത്ത് അംഗമാണ് ഈ പറയുന്ന ചന്ദ്രലേഖ, അവരുടെ വീട്ടിലാണ് ഈ മൂന്നംഗ സംഘം, അവിടെയുള്ള നിരവധി കേസിലെ കാപ്പ കേസിലെ പ്രതി ഉൾപ്പെടെയായ നിരവധി കേസിലും ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ഹേമന്ത് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിലുള്ള മൂന്നംഗ സംഘമാണ് ഈ പറയുന്ന വീട്ടിലെത്തുന്നതും ഈ പറയുന്ന അതിക്രമം നടത്തുന്നത്. അവരുടെ മാരകായുധങ്ങളുമായി എത്തി ഭീഷണിപ്പെടുത്തി ഉള്ള ഒരു ആക്രമണമാണ്. വീടിന് നേരെയും ആക്രമണം നടത്തി എന്നുള്ളതൊക്കെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഈ പറയുന്ന മലയൻകീഴ് ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഈ പറയുന്ന ചന്ദ്രലേഖയുടെ മകളുടെ നൃത്ത പരിപാടി ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന സംഘത്തിൽപ്പെട്ട ആൾക്കാർ ഫോട്ടോ എടുക്കുകയായിരുന്നു, വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. ഇതിനെ ചോദ്യം ചെയ്തിരുന്നു ഈ ചന്ദ്രലേഖയുടെ മകൻ. അതുമായുള്ള ഒരു തർക്കമാണ് ഈ പറയുന്ന വിഷയത്തിലേക്ക് എത്തുന്നത്. അന്ന് നേരിയ സംഘർഷം ഈ ക്ഷേത്രത്തിൽ ഉണ്ടായി എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും ഇതേ തുടർന്നാണ് ഇതിനെ ചൊല്ലിയുള്ള തർക്കവും ഈ വൈരാഗ്യമാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന് പിന്നിലെന്നാണ് നമുക്ക് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വളരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം വീട്ടിൽ വ്യക്തിയായിരുന്നു ഈ ഒരു അതിക്രമം. പറയുന്ന അവരുടെ പരാതിയിനനുസരിച്ച് കഴുത്തിൽ കത്തി ഉൾപ്പെടെ വാൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് മലയൻകീഴ് സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്തായാലും പോലീസ് നടപടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹേമന്ത് ഒഴികെ 2 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്നുള്ള സൂചനയും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു പരാതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ്, അതായത് ഈ പറയുന്ന ഗുണ്ടാ നേതാവ് സ്ഥിരമായി
നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വ്യക്തിയാണ്. നാട്ടുകാർക്കെല്ലാം ഒരു പേടി സ്വപ്നമാണ്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ലല്ലോ. കാപ്പ കേസ് പ്രതിയായിട്ട് പോലും ഇയാൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ നടപടി ആവശ്യമല്ലേ? പ്രത്യേകിച്ചും ഇത്തരമൊരു സംഭവം ഒരു വീട്ടിൽ കയറി ഈ ഒരു സ്ത്രീക്ക് നേരെ അതിക്രമം കാണിച്ചൊരു പശ്ചാത്തലത്തിൽ അതീവ ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാരണം പോലീസ് കാപ്പ ചുമത്തി ജയിലിലടക്കേണ്ട ഒരു സാഹചര്യമില്ലേ? ആ രീതിയിലൊരു നടപടിയിലേക്ക് നീങ്ങുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് ഈ പരാതിയിൽ ഉയരുന്ന പ്രധാന ആവശ്യവും. കാരണം ഈ പറയുന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചന്ദ്രലേഖയുടെ മകനെ പോലും സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കാരണം മകനെ ആക്രമിക്കും, മകനെ അപായപ്പെടുത്തുമെന്നുള്ള ഒരു ആക്രോശം ഈ ഭാഗത്തുനിന്ന് ഇവരുടെ ഭാഗത്തുനിന്ന് ഉയർന്നിരുന്നു. അതേ തുടർന്ന് ഇവർ സംഭവം നടന്ന പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന ചന്ദ്രലേഖയുടെ മകനെ സ്ഥലത്ത് നിന്ന് മാറ്റിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും മകനെ അന്വേഷിച്ചെത്തിയതായിരുന്നു ഈ പറയുന്ന സംഘം എന്നാണ് ഇവരുടെ പരാതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരുടെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്തായിരുന്നു ഈ ഒരു ആക്രമണം. വീടിന്റെ ജനൽ ചിലകൾ ഉൾപ്പെടെ അടിച്ചു തകർത്ത് പൂർണ്ണമായ ഒരു നാശം വരുത്തിയ ഒരു സംഭവം ആണ് ഇവിടെ നമുക്ക് ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ആൾക്കാരെ നിയന്ത്രണ വിധേയമാക്കി അതിനൊരു പരിഹാരം കാണണം എന്ന് തന്നെയാണ് ഈ പറയുന്ന പരാതിയിൽ, ചന്ദ്രലേഖയുടെയും കുടുംബത്തിന്റെയും പരാതിയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ അരുൺ? മാത്രമല്ല ഒരു BJP വാർഡ് മെമ്പർക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു പ്രതിഷേധത്തിൻ്റെ സാഹചര്യമാണോ ഉള്ളത്? എന്താണ് BJPയുടെ നിലപാടെന്താണ്? ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ടോ? മാത്രമല്ല പ്രതിയെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്ന സാഹചര്യം അത് പോലീസിൻ്റെ വീഴ്ച തന്നെയല്ലേ? തീർച്ചയായും പോലീസിന്റെ വീഴ്ച തന്നെന്നാണ് BJP ഒന്നടങ്കം ഈ വിഷയത്തിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച് പ്രതിഷേധവും ഉടലെടുത്തിട്ടുണ്ട്. അടിയന്തരമായി പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടി, പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടിക്കും ഒരുങ്ങും എന്നുള്ള BJP വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കാരണം നാട്ടിൽ തന്നെ ഭീഷണി ഉയർത്തുന്ന ഒരു സംഘമാണ് ഇപ്പോൾ ഒരു വീട് കയറി ആക്രമണം. അത് പഞ്ചായത്ത് അംഗത്തിന് അല്ലെങ്കിൽ BJP പ്രവർത്തകർക്കെന്നല്ല, ഒരു സ്ത്രീക്ക് നേരെ വീട്ടിലേക്ക് കയറി ആക്രമണം നടത്തി എന്നുള്ളതാണ്. തീർച്ചയായും അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് ശക്തമായ നിയമ നടപടി എടുത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരപരിപാടിക്ക് ഒരുങ്ങുക എന്നുള്ളൊരു ഒരുക്കത്തിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ BJP നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് മലയൻകീഴിലാണ് BJP വാർഡ് മെമ്പർക്ക് നേരെ, വനിതാ മെമ്പർക്ക് നേരെ ആക്രമണമുണ്ടായത്. അവരുടെ വീട്ടിൽ അതിക്രമിച്ച് കയറി ഗുണ്ടാ സംഘങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. അതായത് ഇവരുടെ ഈ മെമ്പറുടെ മകളുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ എടുക്കാൻ ശ്രമിക്കുന്നു. അത് സഹോദരൻ, അതായത് മകൻ ചോദ്യം ചെയ്യുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രിയിൽ വീട്ടിലെത്തി ഈ ഗുണ്ടാ സംഘങ്ങൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. സംഭവത്തിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നാണ് BJPയുടെ ആരോപണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.